വേടന്റെ കഴുത്തിൽ കണ്ട പുലിപ്പല്ലും ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയ 2 ഗ്രാം കഞ്ചാവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. വേടൻ കാലത്തോട് സംസാരിക്കുന്നു, വേടന്റെ റാപ്പ് ഷോകളിൽ രാഷ്ട്രീയം പറയുന്നു, വ്യവസ്ഥിതികൾക്കെതിരെ ശബ്ദമുയർത്തുന്നു എന്നതൊക്കെയാണ് വേടന്റെ അറസ്റ്റിനു പിന്നിലെ ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്ന ന്യായവാദങ്ങൾ. വേടൻ പിന്നോക്ക ജാതിയിൽപ്പെട്ടയാളാണെന്നും അതുകൊണ്ട് തന്നെ വ്യവസ്ഥിതികൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വേടന്റെ ഷോകൾ വരേണ്യ സ്വഭാവത്തിനുടമകളായ ഉന്നത കുലജാത്രർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുമുള്ള ചർച്ചകൾ വേറെയുമുണ്ട്. വാക്കിലും സംഗീതത്തിലും 10,000ങ്ങളെ ആവേശം കൊള്ളിക്കുന്ന വേടൻ യുവാക്കൾക്കിടയിൽ ഹരമായി മാറുമ്പോൾ രാഷ്ട്രീയം കേരളത്തെ പഠിപ്പിച്ചു വെച്ച ചില കീഴ്വഴക്കങ്ങൾ പുതിയ കാലത്തെ യുവത നെഞ്ചിലേറ്റിയാൽ അതൊരു തലമുറയെ അരാഷ്ട്രീയവാദികളാക്കാൻ ഉപകരിച്ചേക്കുമോ എന്ന ഭയം കക്ഷിത്വ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയക്കാർ ഉള്ളിൽ പറയുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വേടൻ വേട്ടയാടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരാണ് വേടന്റെ ആരാധകരിൽ അധികവും. മറ്റൊന്ന് വേടന്റെ കഴുത്തിലെ പുലിപ്പല്ലാണ്. തമിഴ്നാട്ടിൽ നിന്നും ഒരാൾ തനിക്ക് ഗിഫ്റ്റായി നൽകി എന്നാണ് വേടൻ പറയുന്നത്. ഇന്ത്യക്ക് പുറത്തു നിന്നും കൊണ്ടുവന്നതാണെന്നും വേടൻ പറയുന്നു. ഇന്ത്യക്ക് പുറത്തു നിന്നുള്ളതാണെങ്കിൽ പോലും പുലിപ്പല്ലി കൈവശം വെക്കുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ 1 മുതൽ 12 വരെ വർഷം തടവ് ശിക്ഷ അനുഭവിക്കുവാനുള്ള കുറ്റകരമാണ്. മാനിനെ വേട്ടയാടിയ സിനിമാ താരം സൽമാൻ ഖാൻ ഇപ്പോഴും കേസിൽ നിന്നും മുക്തമായിട്ടില്ല എന്നോർക്കണം. എന്നാൽ ആനക്കൊമ്പ് കൈവശം വെച്ച മോഹൻലാലിൻ്റെ കേസ് അവസാനിപ്പിക്കണമെന്ന് സർക്കാർ കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തതും നമ്മൾ ഓർക്കണം. ഇതെന്ത് മറിമായം, ഇതെന്ത് നിയമം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത് നിയമത്തിൻ്റെ പ്രശ്നമല്ല, ഇതാണ് പ്രിവിലേജ്. രാഷ്ട്രീയം പറയാതെ, നീതി ഉയർത്തിപ്പിടിക്കാതെ പണം സമ്പാദിക്കുന്നത് മാത്രമാണ് കല എന്ന് ധരിപ്പിക്കുന്ന സ്വാധീനമുള്ളവനും കലയിലൂടെ രാഷ്ട്രീയം പറയാമെന്ന് വിചാരിച്ച സ്വാധീനമില്ലാത്ത ഉന്നത കുലജാതിയിൽപ്പെട്ടതല്ലാത്ത ഒരാളും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് പറയുന്നതാണിത്. എന്നാൽ കഞ്ചാവും പുലിപ്പല്ലും പിടികൂടിയെന്ന് വേടൻ സമ്മതിച്ചിട്ടുമുണ്ട്. സംസ്ഥാനം ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പോരാട്ടത്തിൽ ജാതിയോ മതമോ കുലമോ വ്യവസ്ഥയോ ഒന്നും നോക്കേണ്ടതില്ല. ചെറുതാണെങ്കിലും വലിയ അളവാണെങ്കിലും കുറ്റം തന്നെയാണ്. രാഷ്ട്രീയം വേടൻ പറയുന്നു എന്നതുകൊണ്ട് വേടൻ നിയമവ്യവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ അതൊരു കാരണവും അല്ല. ലഹരിക്കെതിരെ വേദിയിൽ പ്രസംഗിക്കുകയും യുവാക്കളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നത് ഒരു ഭാഗത്തും മറുഭാഗത്ത് ഇവ കൈവശം വെക്കുകയും ചെയ്യുന്നത് വിരോധാഭാസം തന്നെയാണ്. സിനിമാ കലാരംഗത്ത് ലഹരിയുടെ വലിയ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നടനും നടിയും സംവിധായകരും ഛായാഗ്രഹകരുമെല്ലാം ഒരുപോലെ ലഹരിയുടെ വാഹകരാകുന്നതും നമ്മൾ കണ്ടു. കല ലഹരി ഒളിച്ചു കിടത്തുന്ന മാർഗമാക്കുകയാണ് ചിലരെന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ ഒക്കുകയുമില്ല. ചില സിനിമകൾ പോലും അത്തരത്തിൽ ഇപ്പോൾ കണ്ടുവരികയാണ്. മാർക്കോ പോലുള്ള സിനിമ മനുഷ്യന്റെ ഭാവനയിൽ രക്തപങ്കിലമായ ചില ദൃശ്യങ്ങൾ കാണാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞുകൊള്ളണമെന്നുള്ളതല്ല. അവ ചിത്രീകരിച്ച് അത് തിരക്കഥയാക്കി അത് അഭിനയിപ്പിച്ച് ഫലിപ്പിക്കണമെങ്കിൽ ഒരു പക്ഷേ അത്യാവശ്യം നല്ല പുകച്ചുരുൾ തന്നെ വേണ്ടി വന്നേക്കാം. അങ്ങനെ ചിന്തിച്ചാലും തെറ്റു പറയാനൊക്കില്ല. ഇത്തരത്തിൽ ലഹരിയില്ലാത്ത ഒരു കലയുമില്ലെന്ന് പറയാതെ പറയുകയാണ് ഇക്കൂട്ടർ. ഇത് അപകടമാണ്. ഇന്ന് നടക്കുന്ന ചർച്ചകളിൽ ചെറിയ തോതിലുള്ള അളവല്ലേ എന്നതാണ് പ്രധാനം. ചെറുതോ വലുതോ എന്നതല്ല, മാതൃകയാവേണ്ടവർ അവ കൈകാര്യം ചെയ്യുന്നത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. എന്നാൽ തന്നെയും ലഹരിക്കെതിരായ വേട്ടകൾ ചില കേന്ദ്രങ്ങളിൽ മാത്രം ഒതുക്കുന്നതും ഭൂഷണവുമല്ല. യഥാർത്ഥ സ്ട്രോബെറിയുടെ ഗുണഫലങ്ങളോട് കൂടി തയ്യാറാക്കുന്ന ഹാപ്പി സ്ട്രോബെറി ജാം. കോമ്പിനേഷൻ ഏതുമാവട്ടെ, നാവിൽ രുചിയുടെ പാരമ്യം അനുഭവിച്ചറിയുന്ന അനിർവചനീയ സ്വാദ്. ഹാപ്പി ജാംസ്. ഹാപ്പി keeps everybody happy.